നവോത്ഥാന കേരളം ശബരിമലയ്ക്ക് എന്ന കൂട്ടായ്മയുടെ പ്രതിനിധിയായ ഭാഗമായ ശ്രേയസ് കണാരൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രേയസ് കണാരൻ, പോലീസിന്റെ സഹായമില്ലാതെ മഞ്ജുവിന് മല കയറാൻ പറ്റി, 18ാം പടി കയറി എന്നാണല്ലോ അവകാശവാദം. ഇത് വാസ്തവമാണോ? പോലീസിന്റെ ഒരു സഹായവും ഇല്ലായിരുന്നോ? അതോ നേരത്തെ 2 യുവതികളെ സന്നിധാനത്ത് എത്തിച്ചതുപോലെയുള്ള സുരക്ഷയുണ്ടായിരുന്നോ? തീർച്ചയായും പോലീസിന്റെ സഹായം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ശബരിമലയിൽ മഞ്ജുവിന്റെ ദർശനം സാധ്യമായത്. കാരണം നമ്മൾ നിലക്കൽ മുതൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നിലക്കൽ പെട്രോൾ പമ്പിന്റെ തൊട്ട് എതിർഭാഗത്തുള്ള ആ ഹോട്ടലിന്റെ മുമ്പിൽ ഒരു പോലീസ് ക്യാമ്പുണ്ട്. ഏതാണ്ട് 4ഓളം വനിതാ പോലീസുകളും 8ഓളം പുരുഷ പോലീസുകളും നിന്നിട്ട് KSRTC ബസ്സുകൾ മുഴുവൻ പരിശോധിക്കുകയും അതിൽ യുവതികളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവരെ പിടിച്ചിറക്കുകയും ഇന്നലെ 4 കാലിന് തെലങ്കാനയിൽ നിന്നുള്ള ഒരു യുവതിയെ അവർ പറയുന്നുണ്ട്, എനിക്ക് പമ്പയിലെങ്കിലും പോകാൻ അനുവദിക്കൂ. പക്ഷേ പോലീസിന് സന്നദ്ധമല്ല. പോലീസ് അവരെ അവിടെ പോലും വിടാതെ, അവർ സുപ്രീം കോടതി വിധിക്ക് മുമ്പാണെങ്കിൽ യുവതികൾക്ക് പമ്പ വരെയെങ്കിലും പോകാനുള്ള സാഹചര്യം ഈ സുപ്രീം കോടതി വിധിയോടെ കേരളത്തിലെ പോലീസ് അട്ടിമറിക്കുക, അതിന്റെ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നല്ല കയറിയത്. പക്ഷെ അങ്ങനെയല്ല, പോലീസ് അട്ടിമറിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 2 യുവതികളെ കയറ്റിയപ്പോൾ ബിന്ദുവിനെയും കനകദുർഗയെയും സന്നിധാനത്ത് കൊണ്ടുവരുവാൻ പോലീസിന്റെ പൂർണ്ണമായ സഹായം ഉണ്ടായിരുന്നുവല്ലോ. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്ത ഒരു സമരത്തിന്റെയും കൂടെ ഭാഗമായിട്ടാണ്. അവര് അന്ന് ശബരിമലയിൽ നിന്ന് അവരെ ഇറക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിക്കുകയും ബാക്കി എല്ലാ അറ്റംപ്റ്റുകളെ പോലെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്. അവർ വളരെ കൃത്യമായിട്ട് സർക്കാരിനോട് ആ ദിവസം മുതൽ ജനുവരി 1 വരെ കൃത്യമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമരത്തിന് കീഴ്പ്പെടുക എന്നുള്ളതല്ലാത്ത ഒരു വഴി, കാരണം അന്ന് പോലീസ് കൊടുത്ത് ഉറപ്പുണ്ടായിരുന്നു ആ നിരാഹാരം അവസാനിപ്പിക്കാൻ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന് എന്ത് ചെയ്യായിരുന്നു, വിധേയപ്പെടേണ്ട ഒരു അവസരമായിരുന്നു അന്നുണ്ടായത്. പക്ഷെ ഇന്ന് വളരെ കൃത്യമായിട്ട് മാതൃഭൂമിയുടെ തന്നെ യൂണിറ്റുകൾ അവിടെയുണ്ട്, OBB അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. നിലയ്ക്കൽ നിന്ന് ജസ്റ്റ് അതിന്റെ പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ഒന്ന് ക്യാമറ വിരിച്ചാൽ ലോകത്തിന് മുഴുവൻ കാണിക്കാൻ പറ്റുന്ന ദൃശ്യങ്ങളാണിത്. ഇന്നലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ മാതൃഭൂമിയുടെ ഇന്നലത്തെ പത്തനംതിട്ട ലോക്കൽ എഡിഷനിൽ 90ഓളം സ്ത്രീകൾ ദിവസവും നിലയ്ക്കൽ വരുന്നു. പത്തനംതിട്ട എഡിഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം, ബ്രെഡ് മീഡിയയുടെ 90ഓളം സ്ത്രീകൾ വരുന്നു. അവരെയൊക്കെ പോലീസ് ഇറക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനെന്നുള്ളതാണ്. അപ്പൊ പോലീസിന്റെ സഹായം ആവശ്യപ്പെടുക എന്നുള്ളത് തീർച്ചയായും ഇതുപോലെയുള്ള ഒരു ശ്രമത്തിന് തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന. വേഷം മാറിയാണോ വന്നത്? തലമുടി നരപ്പിച്ച് വേഷപ്രച്ഛന്നയായി വരുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായമെന്ന് തോന്നിക്കുന്ന രീതിയിലാണോ എത്തിയിട്ടുള്ളത്? നേരത്തെ നിങ്ങൾ പറയുന്നത് കേട്ടു, തലയിലൂടെ തോർത്ത് മുണ്ടെടുത്തിട്ടുണ്ട്. വേഷം മാറുന്ന 3 ഘടകങ്ങളാണ് ഈ ചാനൽ ചർച്ചയിലൂടെ വന്നത്. ഒന്ന് കണ്ണട വെച്ചിട്ടുണ്ട്, കണ്ണട വെച്ച അതിൽ പറഞ്ഞിട്ടില്ല. തലയിലൂടെ തോർത്ത് മുണ്ട് മഞ്ഞാണ്. സ്വാഭാവികമായിട്ട് എല്ലാ തലയിലൂടെ മുണ്ടിനകത്ത തോർത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭക്തമാർഗങ്ങൾ അവിടെ കാണിച്ചു തരണം. രണ്ടാമത് തലമുടി നരച്ചിട്ടുണ്ട്. തലമുടി ഡൈ ചെയ്യുന്നതോ നരപ്പിക്കുന്നതോ ചില ആൾക്കാർ എന്ത് ചെയ്യും, കുങ്കുമം പൂശുന്നതോ അല്ലെങ്കിൽ മൈലാഞ്ചി പൂശുന്നതോ എല്ലാം പോലെയുള്ള ഒരു ഇതായിരിക്കാം. അത് പൂശിയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ അതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഈ താങ്കളുടെ ഈ കൂട്ടായ്മയുണ്ടല്ലോ, ഫേസ്ബുക്ക് കൂട്ടായ്മ, അതിന്റെ ആളുകൾ ഒപ്പമുണ്ടായിരുന്നോ മഞ്ജുവിനൊപ്പം? അതോ അവർ ഒറ്റയ്ക്കാണോ മല ചവിട്ടിയത്? ഉണ്ടായിരുന്നു, തൃശ്ശൂർ മുതലേ ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് ഈ കൂട്ടായ്മ നമ്മുടെ സ്ത്രീകളുടെ ഒരു സുരക്ഷിതത്വവും അങ്ങനെ വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയാണിത്. അവർ സ്വാഭാവികമായിട്ട് ഈ കൂട്ടായ്മന്റെ പേരിൽ അയക്കുമ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് അയക്കാൻ പറ്റില്ലല്ലോ. അതായത് ഇനിയും തുടരുമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞയാഴ്ച ഈ 2 പേർ വന്ന സമയത്ത്, ജനുവരി 2-ന് 2 പേർ കയറിയ സമയത്ത് ഫേസ്ബുക്ക് കൂട്ടായ്മ വഴിയും പറഞ്ഞിരുന്നു അടുത്ത ആഴ്ചയോടുകൂടി കൂടുതൽ യുവതികൾ വരുമെന്ന്. അപ്പോൾ മകരവിളക്കിന് മുൻപ് അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുക, കൂടുതൽ യുവതികളെ സന്നിധാനത്ത് എത്തിക്കുക, ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണോ? ഈ കൂട്ടായ്മയിൽ നമ്മൾ ഈ മകരവിളക്കിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ച് ആഗ്രഹിച്ചത് 2 സ്ത്രീകൾ കൂടി കയറുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂടുതൽ സ്ത്രീകൾ സന്നദ്ധമായിട്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മകരവിളക്കിന് മുമ്പ് തന്നെ കേരളം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കൊരു സാമൂഹ്യമായ ഇടപെടലൂടെ ആവശ്യമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ മല കയറിയ സ്ത്രീകൾക്ക് തിരിച്ച് വീട്ടിൽ എത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ആ സംരക്ഷണത്തിന് വേണ്ടി സൊസൈറ്റി ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും നവോത്ഥാനം പ്രസംഗിക്കുകയും അമ്പലത്തിൽ കയറ്റാൻ. മഞ്ജുവിന് ഇപ്പോൾ ഒരു കുഴപ്പവും വന്നിട്ടില്ലല്ലോ. മഞ്ജു വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്? ചാത്തന്നൂരിലേക്ക് മഞ്ജുവിന് മടങ്ങുവാൻ സാധിച്ചുവല്ലോ. കനകദുർഗ മുതൽ ബിന്ദു, കനകദുർഗ, മഞ്ജുവിന്റെ കാര്യം ഇന്ന് പുറത്തു വന്നിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും മഞ്ജുവിന് നമ്മൾ ഇത് പുറത്തുവിടാനുള്ള കാര്യം. ശരി, ഞാൻ ഇടപെടുകയാണ്.